ിലും വളരെ കൃത്യമായി ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് അവർ നടത്തിയ ഒരു വലിയ സംഘാടന മികവാണ് ഗോതുരുത്ത് ഫെസ്റ്റിന്റെ വലിയ വിജയത്തിന് കാരണമെന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന പ്രിൻസിപ്പൽ ബീനാമോൾ മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാമിന് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലാളിത്യം മുഖമുദ്രയാക്കിയ പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ഏതൊരാളുടെയും മനസ്സിൽ സ്ഥാനം നേടാൻ പര്യാപ്തമായ ദൈവിക ചൈതന്യം നിറഞ്ഞ കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ വെരി റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഏതാനും നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം 2023 അവസാനത്തിൽ 2024 നമുക്ക് കോട്ടപ്പുറം രൂപതയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ സ്വന്തം പിതാവ് രൂപതാ നിയുക്ത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗോതുരുത്ത് ഫെസ്റ്റിൻ്റെ 2024 അധ്യക്ഷയായിട്ടുള്ള നമ്മുടെ എവരുടെയും പ്രിയങ്കരിയും എറണാകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീമതി ലീന വിശ്വൻ, നമ്മുടെ എറണാകുളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ പ്രിയങ്കരനുമായ നമ്മുടെ സ്വന്തം MP, അതോടൊപ്പം തന്നെ ഇതിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ ഹൈബി ഈഡൻ അവർകൾ, നമ്മുടെ ഈ ഇടവകയുടെ വികാരിയും അതുപോലെ തന്നെ ഈ ഫെസ്റ്റിൻ്റെ രക്ഷാധികാരിയുമായ ബഹുമാനപ്പെട്ട ആന്റണി ബിനോയ് അറക്കലച്ചൻ, ഗോതുരുത്ത് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിജു ജോസ്, നമ്മുടെ ഈ ഗോതുരുത്ത് ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള ജോസി കോണത്ത്, HMDP സഭയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ EP സന്തോഷ് അവർകൾ, ഏറ്റവും പ്രിയങ്കരായ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ സായാഹ്നത്തിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗോതുരുത്ത് ഫെസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം 15 വർഷമായെങ്കിലും ഈ ഗോതുരുത്ത് ഫെസ്റ്റിൻ്റെ അംഗമാകുവാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ എനിക്കിന്ന് ഒരു വലിയ ഭാഗ്യമാണ് ലഭിച്ചത്. അതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഞാൻ ആന്റണി അച്ഛനോട് ചോദിച്ചു, ഈ ഫെസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ചിലപ്പോൾ അത് ഫെസ്റ്റിവൽ എന്നതിൻ്റെ ലോപിച്ചുള്ളതായിരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, അല്ല, ദാസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫെസ്റ്റ് എന്ന വാക്ക് വന്നത്. ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്സവമാണ്, ഫീസ്റ്റാണ്, ആഘോഷമാണ്. അപ്പോൾ ഇന്ന് ആഘോഷമാണ്. 2024 നമുക്ക് ആഘോഷിക്കുവാനുള്ള ഒരു തുടക്കം. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഗോതുരുത്ത് ഫെസ്റ്റ് ഈ ദിവസം ആഘോഷിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് 2024 കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആഘോഷിക്കാം. അതിന് നമുക്ക് ഈ ദിവസം മുഴുവനായിട്ട് നമുക്ക് ആഘോഷിക്കാം. രണ്ടാമതായിട്ട് 2023 ഡിസംബർ 25 നമുക്ക് ദൈവത്തിൻ്റെ പുത്രനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിക്കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ദൈവം നൽകി. അതിന് നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ് ആഘോഷിക്കാം.